പറവൂർ സഫ്ദർ ഹാഷ്മി കലാസമിതിയുടെ 30ാമത് വാർഷികാഘോഷം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. പറവൂർ സഫ്ദർ ഹാഷ്മി കലാസമിതിയുടെ 30ാമത് വാർഷികാഘോഷം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹാഷ്മിയുടെ നാമധേയത്തിലുള്ള പറവൂരിലെ ഈ സ്ഥാപനം വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ എന്താണ് ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം? ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് 30 വയസ്സ് യുവത്വത്തിന്റെ ചുറുചുറുക്കോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ സ്ഥാപനത്തിന്റെ കലാസമിതിയുടെ 30ാം വാർഷികത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ആ വാർഷികാഘോഷം പോലും നാടിൻ്റെ ഒരു ഒത്തുചേരലാണ്, നാടിൻ്റെ കൂട്ടായ്മയാണ്. ഇവിടെ നിന്ന് വിളംബര ഘോഷയാത്ര വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള പങ്കാളിത്തം കൊണ്ട് ആ നാട് ഇളകി മറിച്ചുകൊണ്ടുള്ള ഒരു വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് സഫ്ദർ ഹാഷ്മിയുടെ നാമധേയത്തിലുള്ള കലാസമിതിയുടെ പറവൂരിലെ ഈ വാർഷികാഘോഷ പരിപാടിക്ക് ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചത്. തീർച്ചയായും നമ്മുടെ നാട് പുതിയ കാലത്തിൽ ആഗ്രഹിക്കുന്ന ഒത്തുചേരൽ, കൂട്ടായ്മ, അത് ഈ വാർഷികത്തിന്റെ ഭാഗമായി കൂടി രൂപപ്പെടുത്തുകയാണ്. ഈ കൂട്ടായ്മയുടെ ഈ തലത്ത് ഏറ്റവും സൗന്ദര്യപരമായ ഒരു തല ഏതാണ്? നിങ്ങൾ അവിടുന്ന് കാണുന്നു, ഞാനിവിടുന്ന് കാണുന്നുണ്ട്. തോളോട് തോൾ ചേർന്നിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. തോളോട് തോൾ ചേർന്നിരിക്കുകയാണ് നമ്മുടെ മക്കൾ. അവര് കുറച്ചും കൂടി ചേർന്നിരിക്കുന്നുണ്ട് അല്ലേ? അവർ പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കുവെക്കുന്നുണ്ട്. ഞാനിവിടുന്ന് പ്രസംഗിക്കുമ്പോൾ അവരവരുടെ ബിസിനസ്സിലാണ്, എനിക്കതിലൊരു പരാതിയില്ല. കാരണം അവര് അവിടുന്ന് സ്നേഹം കൈമാറ്റം ചെയ്യുകയാണ് അല്ലേ? ഈ കൂട്ടായ്മയാണ്. ഞാൻ അതിന്റെ മറ്റു തലങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സഫ്ദർ ഹാഷ്മിയുടെ നാമധേയത്തിൽ 30 വർഷങ്ങൾക്ക് മുന്നേ ഈ പറവൂരിൽ ആരംഭിച്ച ഒരു സാംസ്കാരിക സ്ഥാപനം സഫ്ദർ ഹാഷ്മിയെ, ഒരുപക്ഷെ സഫ്ദർ ഹാഷ്മിയെ കുറിച്ച് ഞാനവിടെ ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞു. നാടകം കളിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊല്ലുകയാണ്. വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് ആഘോഷം നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. ഏറെ പ്രാധാന്യത്തോട് കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് സഫ്ദർ ഹാഷ്മി കലാസമിതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ കലാസമിതിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ആ ഒരു പ്രവർത്തന രീതി എത്രത്തോളം സമൂഹത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നാരായണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൽ പ്രത്യേകിച്ചും വനിതകൾക്കുൾപ്പെടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഏർപ്പെടാൻ ആവശ്യമായ തരത്തിലുള്ള പരിശീലനങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് എല്ലാ മേഖലയിലും കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് കലാസമിതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ പി നാരായണൻ സ്വാഗതം പറഞ്ഞു. പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ ചെറുവത്തൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹാഷ്മി കലാസമിതി സെക്രട്ടറി CP വേണു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. N മോഹനൻ, P പ്രദീപ്, TV ചന്തൻകുട്ടി, CP സരള, ദേവി, വിമല ബാബു, അജിത ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. വിളിക്കും, അന്നേരം വന്നാൽ മതി. നമ്മൾ ക്ലാസ്സിൽ B ക്ലാസ് 10ാം ക്ലാസ് 33 വർഷം 32 വർഷം മുമ്പെയാണ്. അപ്പോൾ എൻ്റെ B 35 34 കറക്റ്റ്. അപ്പോൾ B ക്ലാസ് പറഞ്ഞു 3 ആളാണ് നമ്മൾ. അപ്പോൾ അയാൾ വന്നിട്ട് വിളിക്കാൻ തുടങ്ങി. പേര് 2 ആൾ വിളിച്ചു, എൻ്റെ പേര് വിളിച്ചില്ല. അപ്പോൾ ഞാൻ ക്ലാസ് പക്ഷേ ഞാൻ നാളെ ഞാൻ ഇല്ലായിരുന്നു, ഞാൻ പോട്ടെ, ഞാൻ ഇരുന്നു. അപ്പോൾ വിളിക്കുന്നു. പിന്നെ ഞാൻ കാണുന്ന അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളും കൂടിയിട്ട് 6 പേര്, ഒരാൾ പുതിയ ആളുണ്ട്. എൻ്റെ ഞാൻ ക്ലാസ്സിന് മുമ്പിലെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന എൻ്റെ മുമ്പിൽ 7 ആൾ പോകുന്നു. അപ്പോൾ തീരുമാനിച്ചു 50 ഉറുപ്പിക ഇല്ലോ അതിൽ കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. വിട്ടു. ഞാനാകെ വല്ലാത്ത വിഷമായി. 2 അടിച്ച സ്ഥലത്ത് ഓടിപ്പോയിട്ട് പഴയ ഒരു ക്ലാസ് റൂമാണ്, ആ നാടക റിഹേഴ്സൽ കാണാൻ വേണ്ടി കമ്പി പിടിച്ചിട്ട് ഞാനിങ്ങനെ കയറി ചവിട്ടി നിൽക്കുക. അപ്പോൾ കാണുന്ന എൻ്റെ വേഷങ്ങൾ വേറൊരുത്തർ പറഞ്ഞു കൊടുക്കുന്ന തമാശ, അവനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നെ ഒഴിവാക്കിയിരുന്നു. ആടുന്ന് ഇറങ്ങുമ്പോൾ മാഷ് ഓടി ക്ലാസ് ഇരുന്നു. വൈകുന്നേരം പിന്നെ ആലോചിച്ചു നടക്കില്ല. പിന്നെ ഉച്ചക്കെല്ലാം പോയി റിഹേഴ്സൽ കാണാം. 3 ദിവസത്തെ ഇല്ല. പിന്നെ ഞാൻ അവനെ വിളിച്ചു, ഇങ്ങോട്ട് പോടാ, ചങ്ങ കുന്നിൻ്റെ പാറ സ്ഥലത്താണ്. എൻ്റെ നാട്ടുകാരുണ്ടോ അറിയില്ല, സ്കൂളിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 6 സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവനെ ഞാൻ പറഞ്ഞു വെച്ചാലേ നീ ഒന്ന് കൂടെ ശരിയാക്കാൻ്റെ പറഞ്ഞേ ഞാൻ കൃത്യമായി അവനെ പഠിപ്പിച്ചു കൊടുത്തു എൻ്റെ വേഷം. അപ്പോൾ അവൻ ക്ലിയറായി. മറ്റേ മാഷോട് അഭിനയിച്ച വേഷമല്ലേ ഉഷാറാക്കാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സബ് ജില്ലയിൽ പോകുമ്പോൾ ഒരു ജീപ്പിലാണ് പണ്ട് കുട്ടികളെല്ലാം കൊണ്ടുപോയി, നമ്മളെല്ലാം കൊണ്ടുപോയി. നമ്മൾ ജീപ്പിലൊന്നും കയറിയിട്ട് പോലില്ല. ഒരു ടാറ്റ കൊടുത്താൽ പിരിഞ്ഞാണ് ഞാൻ. ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും
കുട്ടികളുടെ കരാട്ടെ പ്രദർശനവും ഗാനമേളയും തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.